ഭാഗ്യസ്മരണാർഹനായ യൂരീസ്മാരുടെ 15ാമത് ഓണപ്പെരുന്നാളാണ് ഈ വർഷം കൊണ്ടാടുന്നത്. കഴിഞ്ഞുപോയ 14 വർഷങ്ങളിലും ഈ വർഷം കൂട്ടി എല്ലാ വർഷവും തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ഭാവന സ്നാനങ്ങളായി ആരംഭിച്ചു. ഭദ്രാസനം വിഭജിക്കപ്പെട്ടതിന് ശേഷം തിരുവനന്തപുരം ഭദ്രാസനവും കൊട്ടാരക്കര ഭദ്രാസനം ഏകോപിച്ച് വളരെ അനുഗ്രഹകരമായ രീതിയിൽ ആദ്യകാലങ്ങൾ നടത്തിയതുപോലെ തന്നെ ഒരു കുറവും വരാതെ ഈ ഭാവന സ്മരണ തുടർന്നു വരുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ സമൂഹത്തെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമാണ്. ശ്രേഷ്ഠമായ രീതിയിൽ പ്രഥമത്രാപുരത്യായതുകൊണ്ട് ഭദ്രാസനത്തെ നയിക്കുകയും വേണ്ടതായ ആത്മീയമായ എല്ലാ പ്രചോദനങ്ങളും ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നേടിയെടുക്കുന്നതിന് ഇതാവിന് സാധിച്ചു എന്നുള്ളത് ഇപ്പോഴുള്ള മിക്കവാറും വൈദികർക്കെല്ലാം തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളായിട്ടുള്ള പ്രായമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. യുവജനങ്ങളുടെ കുറച്ചുപേർക്ക് ചിലപ്പോൾ തിരുമേനിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് കഴിയുന്നില്ലെങ്കിലും അതൊക്കെയും അന്നത്തെ കാലത്തുള്ള വൈദികർ അവർക്ക് നൽകുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക. ശ്രേഷ്ഠമായ ഭദ്രാസനത്തെ നയിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവം വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകരും തിരുവനന്തപുരം ഭദ്രാസന പ്രഥമത്രാപുരത്തായിരിക്കുന്നതിനുവേണ്ട ഓർമ്മ ദിവസത്തിൽ പ്രകൃതിയുടെ അല്ലെങ്കിൽ മഴയും മറ്റു കാര്യങ്ങളെ ഒക്കെയും വിട്ട് ദൈവസന്നിധിയിലേക്ക് അതിനെയൊക്കെ മടന്ന് ഇവിടെ കടന്നു വരുവാനുള്ള ദൈവികമായ ആ പ്രചോദനം പ്രത്യേക സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ പ്രത്യേകമായ സന്തോഷമായ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പള്ളികളിലുള്ള തിരുവനന്തപുരം കൊട്ടാരക്കര ഭദ്രാസനങ്ങളുടെ അതിനുള്ള അംഗങ്ങൾ വന്ന് പോയി എന്നുള്ളതും സന്തോഷത്തോടെ അറിയിക്കുന്നു. ഏവരെയും ഈ സമയത്ത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഭാവന സ്മരണാദാനി കടന്നു വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ചെന്നൈ ഭദ്രാസനത്തിനകത്തായിരിക്കുന്ന പിന്നെ യോഹന്നാൻ മാർട്ടിയസ് മനസ്സും ഈ സ്ഥാപനത്തിലെ അംഗവും അല്ലെങ്കിൽ ഭദ്രാസനത്തിനകത്തായിരിക്കുന്ന പിന്നെ ജോഷുവ നിക്കോദിമോസിന്റെ സാന്നിധ്യമുണ്ട്. എല്ലാവരുടെ പ്രത്യേകമായ തിരുമേനിയുടെ പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വൈദിക സഹോദരങ്ങൾ 2 ഭദ്രാസനങ്ങൾ, തിരുവനന്തപുരം ഭദ്രാസനവും കൊട്ടാരക്കര ഭദ്രാസനവും എല്ലാ വൈദിക സഹോദരങ്ങളെയും യുവന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളെയും എല്ലാവരും ഒരുപാട്